എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് എന്നോട് പേര് മാത്രം താങ്കൾ പറയുകയാണെങ്കിൽ ഞാൻ താങ്കളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. പേര് മാത്രം ഒന്ന് പറയാമോ? ദേവിക. ദേവിക ഇച്ചിരി ഓവർ തിങ്കിങ് ഉള്ള ആളാണെന്ന് അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. ദേവിക നല്ലൊരു ലിസണറാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അതായത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എത്ര സമയം വേണോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ ലൈറ്റായിട്ട് എന്താണ് കഴിച്ചിട്ട് വന്നത്? ദോശയും ചമ്മന്തിയാണോ കഴിച്ചത്? ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാമോ? താങ്കളുടെ ജന്മനക്ഷത്രം ഒന്ന് മനസ്സിലാലോചിക്കാമോ? ഓക്കെ, അതെനിക്കറിയാം ഒരു സാധ്യത ഇല്ലാത്ത ഒന്നാണ്. വലത് കൈ നീട്ടുന്നതിൽ വിരോധം ഉണ്ടെങ്കിൽ മുന്നോട്ട്. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ക്ഷേത്രത്തിൽ അർച്ചനയൊക്കെ കഴിച്ചിട്ടുണ്ടോ? വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടോ? വഴിപാട് കഴിച്ചപ്പോൾ തിരുവോണ നക്ഷത്രത്തിലാണോ വഴിപാട് കഴിച്ചത്? തിരുവോണമല്ലേ നക്ഷത്രം? അതെ. ഓക്കെ, ഈ ആഴ്ച എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും? ദേവിക യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? താങ്കളുടെ ലക്ഷ്യം യാത്രയുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്നാണ് അല്ലേ? ദേവിക ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ആളാണ്. പക്ഷെ എനിക്ക് എന്തോ തോന്നുന്നു ദേവിക മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട എന്താണ് അല്ലേ? മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട എന്തോ കഴിഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞ ആളാണ്. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തോ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അത് ഭാഷയുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. ജർമ്മനിയിലേക്കാണ് പോകാൻ പ്ലാനുള്ള ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, റാൻഡമായിട്ട് ഒരു നല്ല ഓർമ്മ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ, ഒരു കാര്യം ഒന്ന് മനസ്സിലാലോചിക്കാമോ? പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നു. കുട്ടിക്കാലത്ത് എന്തോ ഒരു ഓർമ്മയാണ് വന്നത് അല്ലേ? അല്ല, ഒരു ബർത്ത്ഡേയുടെ ചിത്രമൊക്കെ മനസ്സിലേക്ക് വന്നു. ആണ്. ആരുടെ ബർത്ത്ഡേ? താങ്കളുടെ ബർത്ത്ഡേ ആണോ മനസ്സിലേക്ക് വന്നത്? എത്രാമത്തെ ബർത്ത്ഡേ വന്നത്? ലാസ്റ്റ് ബർത്ത്ഡേ ആണോ? ഓക്കെ, എന്തുകൊണ്ട് ഒരു ബർത്ത്ഡേയുടെ ചിത്രം ഇങ്ങനെ മനസ്സിലാവുന്നല്ലോ തോന്നുന്നു. ഇത് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമമുള്ള കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഭയങ്കരമായിട്ട് താങ്കൾ തളർത്തി എന്തോ ഒരു വിഷമം ഇങ്ങനെ മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ലൈഫിൽ? ഇങ്ങനെ ഭയങ്കരമായിട്ട് തളർന്നു പോയൊരു വിഷമമുണ്ട്. ഓക്കെ, ആരോ ഒരാൾ, അത്രയും വേണ്ടപ്പെട്ട ഒരാൾ, 1-2 പേര് താങ്കളെ വിട്ടുപോയതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷമമാണ്. ശരിയല്ലേ? ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ഭയങ്കര ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 പേരായിരുന്നു അല്ലേ? അടുത്തിടയ്ക്കാണ് 2 പേരും വിട്ടുപോയത്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലാണ്. ഗ്രാൻഡ് പാരൻസിനെ നഷ്ടമായതിൻ്റെ ഒരു വിഷമമുണ്ട് അല്ലേ? ഓക്കെ, ശരി. എനിവേ, ഇപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ വിഷമങ്ങളൊക്കെ കടന്നു വരാറുണ്ടല്ലേ? ഓക്കെ, ആ വിഷമങ്ങളൊക്കെ മാറി നല്ല പോസിറ്റീവായിരിക്കാനും താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദേശത്ത് ജോലിക്ക് പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരോധമില്ലല്ലോ? ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.